ഹായ് ഫ്രണ്ട്സ്, PSC ബുള്ളറ്റിൻ ജൂൺ മാസത്തെ ഫസ്റ്റ് എഡിഷൻ കറണ്ട് അഫെയർസ് നമുക്ക് നോക്കാം. അജയ് കുമാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായി സ്ഥാനമേറ്റു. അപ്പോൾ ഇപ്പോഴത്തെ UPSC ചെയർമാൻ അജയ് കുമാർ. OM ശാലീന കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് അവർ. അപ്പോൾ കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത OM ശാലീന. 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി. പ്രശസ്തനായ മലയാളി ബാലൻ കാസർഗോഡ് സ്വദേശി സൂര്യനാരായണൻ. 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലൻ കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ. ലോറൻസ് വോങ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഇപ്പോഴത്തെ സിംഗപ്പൂർ പ്രധാനമന്ത്രിയാണ് ലോറൻസ് വോങ്. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് 130-ാം സ്ഥാനം. ഐസ്ലാൻഡാണ് ഒന്നാമത്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനം ഐസ്ലാൻഡിനും ഇന്ത്യക്ക് 130-ാം സ്ഥാനം. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. മുംബൈയിലാകും പ്രവർത്തിക്കുക. അപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാല ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ആസ്ഥാനം മുംബൈയിലായിരിക്കും പ്രവർത്തിക്കുക. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151. ഫിൻലാൻഡാണ് 1-ാം സ്ഥാനത്ത്. അപ്പോൾ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 2025 ഇന്ത്യയുടെ സ്ഥാനം 151, 1-ാമത് ഫിൻലാൻഡ്. റൊമാനിയൻ പ്രസിഡന്റായി നിക്കുസോർ ഡാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഇപ്പോഴത്തെ റൊമാനിയൻ പ്രസിഡന്റാണ് നിക്കുസോർ ഡാൻ. പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബലൂചിസ്ഥാൻ. അരുണാബ ഘോഷ് UN കാലാവസ്ഥാ സമ്മേളനത്തിൻ്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി. അപ്പോൾ UN കാലാവസ്ഥാ സമ്മേളനത്തിൻ്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായത് അരുണ ഘോഷ്. കൊട്ടാരക്കരയാണ് 6-ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി. അപ്പോൾ 6-ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേള വേദി കൊട്ടാരക്കര. മധ്യപ്രദേശിലെ ഇൻഡോർ യാചകമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു. മധ്യപ്രദേശിലെ ഇൻഡോർ ആണ് യാചകമുക്ത നഗരം. പ്രമുഖ നടൻ മോഹൻലാലിൻ്റെ ജീവചരിത്രം മുഖരാഗം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്നു. മോഹൻലാലിൻ്റെ ജീവചരിത്രത്തിൻ്റെ പേര് മുഖരാഗം. നഗരസഭാ പ്രദേശങ്ങളിൽ തണൽ മരങ്ങളും ഫലവൃക്ഷ തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ വിമൺ ഫോർ ഫ്രീ ട്രീ ഹരിത നഗരം. നഗരസഭാ പ്രദേശങ്ങളിൽ തണൽ മരങ്ങളും ഫലവൃക്ഷ തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് വിമൺ ഫോർ ട്രീ ഹരിത നഗരം. ഇനി അവാർഡ്സ്. ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കന്നഡ സാഹിത്യകാരി ബാനു മുഷ്താഖിൻ്റെ 12 ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പിന്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ആയിരിക്കാണ് ബാനു മുഷ്താഖ്. ആള് കന്നഡ സാഹിത്യകാരിയാണ്. കൃതി ഹാർട്ട് ലാമ്പ്. 12 ചെറുകഥകളുടെ സമാഹാരമാണ് ഹാർട്ട് ലാമ്പ്. ONV സാഹിത്യ പുരസ്കാരം കവി പ്രഭാവർമ്മയ്ക്ക്. 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ONV സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക്. വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. 1,11,111 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. 2025 മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന്. 2025 മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന്. MP വീരേന്ദ്രകുമാർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ചാറുപാറ രവിക്ക്. MP വീരേന്ദ്രകുമാർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ചാരുപാറ രവിക്ക്. പ്രഥമ ഹെർമൻ ഗുണ്ടട്ട് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിന്. പ്രഥമ ഹെർമൻ ഗുണ്ടട്ട് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിന്. ഗായകൻ ബിജു നാരായണന് കലാരത്ന പുരസ്കാരം. 1 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഗായകൻ ബിജു നാരായണന് കലാരത്ന പുരസ്കാരം, 1 ലക്ഷം രൂപയും ശില്പവും. തപസ്യ കലാസാഹിത്യവേദിയുടെ മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരം സാഹിത്യ നിരൂപകൻ ആശാ മേനോന്. തപസ്യ കലാസാഹിത്യവേദിയുടെ മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരം സാഹിത്യ നിരൂപകൻ ആശാ മേനോന്. ഇനി ഡ്രോൺ അക്രമങ്ങളെ ചെറുക്കാൻ
തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലായ ഭാർഗവാസ്ത്ര വിജയകരമായി പരീക്ഷിച്ചു. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലാണ് ഭാർഗവാസ്ത്ര വിജയകരമായി പരീക്ഷിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് 31ാം തവണയും കീഴടക്കി നേപ്പാളി ഷെർപ്പ കാമി റീത്ത ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തിയായി തുടരുന്നു. അപ്പോൾ 31 തവണ എവറസ്റ്റ് കീഴടക്കി ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് കാമി റീത്ത ഷെർപ്പ. 51ാം വയസ്സിൽ 19ാം തവണയും എവറസ്റ്റ് കയറി ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കയറിയ ഷെർപ്പ വിഭാഗത്തിൽ പെടാത്ത ആളെന്ന നേട്ടം സ്വന്തമാക്കി ഇംഗ്ലണ്ടുകാരനായ കെൻറ്റൺ കൂൾ. അപ്പോൾ ഷെർപ്പ വിഭാഗത്തിൽ പെടാത്ത ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കയറിയ വ്യക്തി കെൻറ്റൺ കൂളാണ്. 19 തവണ കയറി ഇംഗ്ലണ്ടുകാരനാണ്. ചോൻസിൻ ആഗ്മോയാണ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത. എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിതയാണ് ചോൻസിൻ ആഗ്മോ. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസിന്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിലെ കാർലോസ് അൽക്കാരസിന്. ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെയാണ് അൽക്കാരസ് പരാജയപ്പെടുത്തിയത്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ജാസ്മിൻ പൗളീനിക്ക്. ഫൈനലിൽ അമേരിക്കയുടെ കൊക്കോ ഗൗഫിനെയാണ് ജാസ്മിൻ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസിൽ പുരുഷ കിരീടം കാർലോസ് അൽക്കാരസിനും വനിതാ കിരീടം ജാസ്മിൻ പൗളീനിക്കും. പ്രമുഖ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണൽ പദവി. ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണൽ പദവി ആർക്ക് ലഭിച്ചത്? നീരജ് ചോപ്രയ്ക്ക്. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി നീരജ് ചോപ്ര. സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബംഗ്ലാദേശിനെ 4-3 കീഴടക്കി. സാഫ് അണ്ടർ 19 ഫുട്ബോൾ വേദിയായിരുന്നത് അരുണാചൽ പ്രദേശ് ആയിരുന്നു. അപ്പോൾ അരുണാചൽ പ്രദേശ് ആയിരുന്നു സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വേദി. ജയിച്ചത് ഇന്ത്യ. സൂപ്പർ ക്ലാസിക് ചെസ്സിൽ ഇന്ത്യയുടെ പ്രഖ്യാനന്ദ ചാമ്പ്യൻ. സൂപ്പർ ക്ലാസിക് ചെസ്സിൽ ഇന്ത്യയുടെ പ്രഖ്യാനന്ദ ചാമ്പ്യൻ. ശ്രീലങ്കൻ താരം ഏഞ്ചലോ മാത്യൂസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. ശ്രീലങ്കൻ താരമാണ് ഏഞ്ചലോ മാത്യൂസ്, ക്രിക്കറ്റ് താരമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. ചൈനയിലെ ഹാങ്ഷുവിലാണ് ലോകത്തിലെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത്. അപ്പോൾ ലോകത്തെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത് എവിടെ? ചൈനയിലെ ഹാങ്ഷു. ജിമ്മി കോണേഴ്സ്, റോജർ ഫെഡറർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ 100 കിരീടം നേടിയ താരമായി നൊവാക് ജോക്കോവിച്ച്. ജിമ്മി കോണേഴ്സ്, റോജർ ഫെഡറർ എന്നിവയ്ക്ക് ശേഷം പുരുഷ ടെന്നീസിൽ 100 കിരീടം നേടിയ വ്യക്തി നൊവാക് ജോക്കോവിച്ച്. ഇനി മരിച്ചവരാണ്. അന്താരാഷ്ട്ര പ്രശസ്തനായ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ അന്തരിച്ചു. അപ്പോൾ ജയന്ത് വിഷ്ണു നാർലിക്കർ എന്താണ്? ജ്യോതിശാസ്ത്രജ്ഞൻ. രാജ്യത്തെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനും ആണവോർജ കമ്മീഷൻ മുൻ ചെയർമാനുമായ ഡോക്ടർ എം.ആർ. ശ്രീനിവാസൻ അന്തരിച്ചു. എം.ആർ. ശ്രീനിവാസൻ ആണവ ശാസ്ത്രജ്ഞനും ആണവോർജ കമ്മീഷൻ മുൻ ചെയർമാനും. ആധുനിക യുറുഗ്വേയുടെ ശില്പി എന്നറിയപ്പെടുന്ന മുൻ പ്രസിഡന്റ് ഹോസെ മുഹിക അന്തരിച്ചു. ആധുനിക യുറുഗ്വേയുടെ ശില്പി എന്നറിയപ്പെടുന്ന മുൻ പ്രസിഡന്റ് ഹോസെ മുഹിക അന്തരിച്ചു. ഹോസെ മുഹിക ആധുനിക യുറുഗ്വേയുടെ ശില്പി. ആദ്യ സന്തോഷ് ട്രോഫി നേടിയ കേരള ടീം അംഗമായ എ നജിമുദ്ദീൻ അന്തരിച്ചു. ആദ്യ സന്തോഷ് ട്രോഫി കിരീടം നേടിയ കേരള ടീം അംഗമായ എ നജിമുദ്ദീൻ അന്തരിച്ചു.